പാൻചേട്ടനൊക്കെ അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദീർഘനാൾ SP പോർട്ടിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ ഷൂട്ടിനായിട്ട് വന്നിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് പുള്ളിക്ക് എലിപ്പനി പിടിച്ചു. ഈ കമൻറ്റ് വരും എന്താ പറയുക, ഇത് സ്ക്രിപ്റ്റഡ് അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് അവരുടെ പറയാനുള്ള മറുപടി എന്നറിയോ, ഞങ്ങൾ എവിടെയാണ്, നിങ്ങൾ ഏത് സ്ഥലത്തുള്ളത്, ഞങ്ങൾ ആ പരിസരത്ത് ഷൂട്ട് വരും, ഞങ്ങൾ ഷൂട്ട് കാണാവാ. അതുപോലെ തന്നെ അടി കിട്ടുന്നുണ്ടോ, അതോ ഇത് ചുമ്മാ ഇപ്പോൾ സീരിയലൊക്കെ ഇങ്ങനെ തൊട്ട് പോവുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെയാണോ എന്നുള്ളവർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ രജിത്ത് പറഞ്ഞ പോലെ വന്ന് നോക്കാം. അവർ നമ്മളെ കൊല്ലാനാണോ വളർത്താനാണോ എന്ന് പറയാൻ പറ്റില്ല. ഇത് പല തരത്തിലുള്ള ജനങ്ങളുണ്ടല്ലോ. ഇത് വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം അങ്ങനെയുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇതിനെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കപ്പെടാം. ഞാൻ, റിയാസ് നെടുമങ്ങാട്, NK കിഷോർ, പിന്നെ സുരാജ്, പിന്നെ തിരുമലചന്ദ്രൻ, ഇങ്ങനെയുള്ള ഒട്ടനവധി നല്ല നല്ല കലാകാരന്മാരോടൊപ്പം വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം സിദ്ധിക്കുന്നുണ്ട്. കട ചെന്നിട്ട് ഞങ്ങൾ പ്രാങ്ക് ചെയ്തിട്ട് അവർക്ക് ആ കട ഫുള്ള്, നമ്മൾ കുഞ്ഞു കടയല്ലേ, അതിനെ വിപുലീകരിച്ച് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇതിനപ്പുറം കോവിഡ് സമയത്ത് നമ്മളെ ഓമഗോൾഡ് ടീം കണ്ടമാനം ചാറ്റ് ചെയ്തിട്ടുണ്ട്. TV ഇല്ലാത്തവർക്ക് TV വാങ്ങിച്ചു കൊടുക്കുകയും മൊബൈൽ ഇല്ലാത്തവർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുകയും ലാപ്ടോപ്പ് തുടങ്ങി വീട് വരെയും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, റൂഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമ്മുടെ ജോലിയാണ്. നമ്മളത് പ്രാങ്ക് ഷോ എന്ന് പറയുന്നത് അടി കിട്ടിയാലാണ് അതൊരു പ്രാങ്ക് ആവുന്നത്. ജനത്തിന് അതാണ് ഇഷ്ടം. പിന്നെ അവർ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അവർക്ക് ഇത് നല്ല തമാശയാണ്, അവർ ചിരിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഈ നമുക്ക് ഓരോരുത്തർക്ക് അടി കിട്ടുമ്പോഴും അവർക്കും വിഷമമുണ്ട്. ഒത്തിരി പേര് അങ്ങനെ വന്ന് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഡയറക്റ്റ് ആയാലും ഒക്കെ അവർ പറയും, നമ്മൾ ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി വിഷമായി പോയി ഇങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ അവർക്ക് വരെ അറിയാം ഇത് റിയലായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതേ പ്രേക്ഷകർക്കും അറിയാം. ഈ അടിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണ ഏർപ്പാടൊക്കെ ഉണ്ടോ, അതോ തടവി വീട്ടിൽ പോവുകയാണോ? ബുദ്ധിമുട്ടാണ് തോന്നിയാൽ എനിക്കൊരു കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പല്ലിങ്ങനെ കിരിക്കിരിക്കിരാ ഇറങ്ങി പോവുമായിരുന്നേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണമല്ലോ, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പാറുവിന് എന്തോ മേടിക്കുകയൊക്കെ ചെയ്തു. ഗുളിക ഡോള എന്ന് വെച്ചാൽ തലവേദന, ആ തലമുടിയിൽ കുത്തിപ്പിടിച്ചതിന്റെ തലവേദന കാരണം ഡോള കഴിച്ചിട്ടു. അല്ലാതെ സാബുചേട്ടനൊക്കെ ഒരു നീണ്ട രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന തരത്തിലേക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുള്ളവരുണ്ട്. നമ്മളിൽ തന്നെ നീണ്ട നാൾ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന നമ്മളെ പാൻചേട്ടനൊക്കെ അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദീർഘനാൾ SP പോർട്ടിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ ഷൂട്ടിനായിട്ട് വന്നിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് പുള്ളിക്ക് എലിപ്പനി പിടിച്ചു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലി മൂത്രമൊഴിച്ചിട്ട് പോവുകയും അതിൽ നിന്ന് എലിപ്പനി പിടിച്ച് ഒരു മാസത്തിനപ്പുറം SP പോർട്ടിൽ കിടന്ന് ആശുപത്രിയിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ട്. അങ്ങനെയൊക്കെ ഭയാനക അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസ് സാറിന് ഒരു പ്രാവശ്യം ഞാനുള്ളപ്പോൾ തന്നെ ഇതേ കണക്ക് അടിയും പിന്നെ ഇങ്ങനെ കയറിയൊക്കെ പിടിച്ച് ബ്രീത്തിങ് ഇഷ്യൂ പുള്ളിക്ക് ശ്വാസം മുട്ടലിൻ്റെ ചെറിയ ഇതുണ്ടായിരുന്നു. ഇത് കൊണ്ടുപോയി അങ്ങനെ ഭയങ്കര അപകടകരമായ നിലയിലൊക്കെ ഒരുപാടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് പേടിയായി പോകും. പക്ഷെ പിന്നെ അത് വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. അപകടങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ഇത് എന്തും പറ്റാം, എന്ത് സംഭവിക്കാം. ഇതിന് പ്രത്യേക ഒരു ഗ്യാരണ്ടിയോ വാറന്റിയോ ഇല്ലാത്തൊരു പ്രോഗ്രാമാണ്. കാര്യം ഈ ഒരു മുന്നൊരുക്കത്തിനെ കുറിച്ച് പറഞ്ഞു, ഈ ആർട്ടിന്റെ മുന്നൊരുക്കം. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രാങ്ക് ചെയ്യാൻ പോകുന്നു, ഒരു വീട്ടിനകത്തായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇപ്പോൾ വീട്ടുകാർ വെളിയിൽ പോയിട്ട് വരുമ്പോഴായിരിക്കും അകത്ത് നമ്മളെല്ലാം സജ്ജീകരണം ചെയ്തു വയ്ക്കുന്നത്. ഇതിനൊരു സമയക്രമം അനുസരിച്ച് നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഇത് ഓൾറെഡി നമ്മളൊരു വീട് പ്ലാൻ ചെയ്തെടുക്കുമ്പോൾ ആ വീട്ടിൽ നിന്നവരെ ആൾക്കാരെ ഫുള്ള് മാറ്റും. അല്ലെങ്കിൽ വീട് കാണും, അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങുമ്പോൾ അവർ മാറിയിരിക്കും. ഇപ്പോൾ ക്യാമറമാർ വന്നിട്ട് പൊസിഷൻ പറയുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ ജനൽ വഴിയായിരിക്കും നമുക്ക് ക്യാമറ വയ്ക്കാണ്ട്, ചിലപ്പോൾ അതിൻ്റെ പുറകിൽ വല്ല കൂടാനും കിട്ടിയിട്ടായിരിക്കും വയ്ക്കാണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഫ്രെയിം അനുസരിച്ചിട്ട് ക്യാമറ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനകത്ത് ഈ സാധനം സെറ്റ് ചെയ്യണം. ലൈറ്റപ്പ് ചെയ്യണം. പിന്നെ അല്ല, എന്നാൽ നമ്മൾ ചെറിയൊരു ബൾബ് വീട്ടിൽ ഇടും പോലെ നമുക്ക് പ്രത്യേക 2 ബൾബുണ്ട്, അത് കെട്ടിയിടും. പിന്നെ ക്യാമറ കയറിയിട്ടടുത്ത് ഇടുന്ന സ്റ്റിക്ക് ലൈറ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ പരിപാടി ഉണ്ട്. ഇതൊരു 1.5 മണിക്കൂറിനകത്ത് തീരണം. ഈ സ്റ്റിക്ക് ഇടുന്നത് എന്തെങ്കിലും കാരണവശാൽ കറണ്ട് പോയാൽ ഈ സ്റ്റിക്കിൽ ബാക്കി പിടിക്കാം. സംഭവം പിടികിട്ടി. ഇപ്പം ഈ വീട്ടുകാരാണ് പറ്റിക്കുകയാണെങ്കിൽ അവർ നോക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത സംവിധാനം എൻ്റെ വീട്ടിൽ കാണുമ്പോഴേ അവർക്ക് സംശയം തോന്നൂല്ലേ? അത് വീട്ടുകാർ അറിഞ്ഞുകൊണ്ടാണല്ലോ. അല്ല, ഈ പറ്റിക്കപ്പെടാൻ ഇപ്പം ഭാര്യയാണോ? നിങ്ങളെ വൈഫിനെ പറ്റിക്കണം. വൈഫിന് ജിംനാഷ്യത്തിൽ രാവിലെ പോകുന്നു, വൈകുന്നേരം പോകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു ജിംനാഷ്യം അടി ഇതിനേക്കാളും വേറൊരു ജിംനാഷ്യം ഉണ്ടെന്ന് പറയുന്നിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ പോകാൻ പറഞ്ഞു. വേറെ ഒന്നല്ല, എങ്ങനെയാണ് ഇവിടുത്തെ രീതികളും ചോദിച്ച് മനസ്സിലാക്കാൻ ഇന്നൊരു സ്ഥാനം ഉണ്ടാക്കിയിട്ടായിരിക്കും ആ ജിംനാഷ്യത്തിലോട്ട് കൂടെ. ആ ജിംനാഷ്യത്തിൽ രാവിലെ ഞങ്ങൾ സെറ്റാണ്, അവിടെ വന്നിട്ടായിരിക്കും എങ്ങനെയാണ്. അല്ലാതെ ഓൺ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല.
എത്രയോ വർഷം താമസിക്കുന്ന വീട്ടിൽ ചെറിയൊരു മാറ്റം പോലും എസ്പെഷ്യലി പെണ്ണുങ്ങൾ മനസ്സിലാവും. കാരണം ആണുങ്ങൾ ഇപ്പോഴും രാവിലെ ജോലിക്ക് പോയി തിരിച്ചു വരുന്നു, ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. എ ടു സെറ്റ്, അതായത് ആ വീടിനെ കുറിച്ച് എല്ലാം അവർക്കായിരിക്കുമല്ലോ അറിയാം. അഞ്ജിത്ത് അതായത് അഞ്ജിത്തിനെ ഒരു സുപ്രഭാതത്തിൽ പ്രേമമുണ്ടെന്ന് അമ്മ അറിഞ്ഞ് ഓടി വരികയാണ്. നമ്മൾ പാറുവാണ് പ്രേമിക്കുന്ന പെണ്ണ്. അയ്യോ, അവർ വലിയ വിഷയം. അത് അവരുടെ മുറ്റത്തെ ചെയ്യാൻ പറ്റൂ, അവരുടെ വീട്ടിൽ. അപ്പം പാറു മകള് അമ്മയും മോളും കൂടെ വന്നിരിക്കുകയാണ്. ഇനി വച്ച് നടത്തിയാൽ പറ്റില്ല, ഇത് ഇങ്ങോട്ട് കല്യാണം കഴിപ്പിക്കണം. പോലീസിൽ ടെസ്റ്റൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിലുള്ള പയ്യനാണ്. ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ അവർ വേണ്ട. അത് അവർക്ക് ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഇത് മുറ്റത്താണ് വെച്ചേക്കുന്നത്. മുറ്റത്ത് അതിന് തൊട്ട് മുമ്പ് അഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇവർ 3-4 ദിവസം മുന്നേ ചുമ്മയൊക്കെ അവിടെ കറുത്തതായി കെട്ടി വെച്ചു. എന്തിനും ചോദിച്ചു, ഇവർ ചോദിച്ചു. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ കെട്ടിയിട്ട് നമ്മൾ ഈ ചെടികളൊക്കെ നട്ട് തന്നെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ട് വെള്ളായണി ചെന്നപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു കള്ളക്കഥയെ കൊണ്ടേ കറക്റ്റ് റൂട്ട്. അപ്പോൾ പിറ്റേ ദിവസം ഇവർ ഇതിലെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ഔട്ടാണ്, നമ്മളെ ഇതിലാണ്. അത് സൈക്കോളജിക്കലി പിന്നെ വേറെ ഒന്നും മനസ്സിലായില്ല. അതായത് ഇപ്പം നമ്മൾ രണ്ടൊരു ആഹാരം കഴിച്ചു ഒരു സ്ഥലത്ത് നിന്ന്, ആഹാരം കഴിച്ചിട്ട് ഇറങ്ങി വന്നാൽ ഞാൻ പറയുന്നു, രാജേഷ് ഭായി വയറിനെന്തോ ഒരു ഇതുപോലെ ഏട്ടാ അത്ര പിടിച്ചില്ല. അപ്പം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും തോന്നും ശരിയാണല്ലോ, നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ ഈ അതാണ് പല അസുഖങ്ങളുടെയും സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡാണ്. അത് ഒരാളെ ചിരിപ്പിക്കുകയും, ഞാൻ നാളെ മരിച്ചാലും അവിടെ ഇങ്ങനെ ഫോട്ടോയിൽ ഹാരം ഇട്ട് വയ്ക്കും. ചിലപ്പോൾ വേണമെങ്കിൽ അതിലും വന്ന് നോക്കി ചിരിച്ചിട്ട് പോകണം, ചിലപ്പോൾ ഇത് പ്രാങ്ക് ആയിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനൊരു സാധനം പോലീസോടെ ഞാൻ വേണമെന്ന് പറഞ്ഞ് തന്നു. അപ്പോൾ എനിക്കിത് എങ്ങനെ പൊട്ടിക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഈ പയ്യൻ്റെ അടുത്ത് പറയാം, എനിക്കൊന്നത് പൊട്ടിച്ചു തരുമോ. അപ്പോൾ ചേച്ചി പൊട്ടിച്ചു കുടിച്ചാൽ മതി എന്നേ. അപ്പോൾ എനിക്ക് ഒന്ന് വെള്ളം അത്ര ദാഹിച്ചിട്ടാണ് ഞാൻ ചെന്നത് മേടിക്കുന്നത്. എനിക്കറിയത്തില്ല, ഒന്ന് പൊട്ടിച്ചാ. ഇല്ല ചേച്ചി പൊട്ടിച്ചു കുടിച്ചാൽ എനിക്കറിയാം ഇത് പ്രാങ്ക് ഷോ ആണെന്ന്. ഇവിടെ എവിടെ ക്യാമറ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വിഴുന്നു കഴിഞ്ഞാൽ അല്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. കാര്യം അങ്ങനെ ഒരു സിനിമയുണ്ട് ആസിഫ് അലിയുടെ രഞ്ജിത്ത് ഫിലിം എന്ന് പറഞ്ഞ് സെയിം കണ്ടന്റാണ് അവരെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇത് അങ്ങനെയാണ്. ആസിഫ് അലി അതിൽ ഇത് എനിക്ക് പ്രാങ്ക് ഷോ ചെയ്യുന്ന ഒരാളാണ്. ഫൈനലി ഹീറോയിനായിട്ട് ചെയ്യുന്ന അവൾ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഇത് എനിക്ക് വണ്ടികൾ കാറൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആക്സിഡൻ്റായി ഒന്ന് കൊണ്ട് ആരും വണ്ടി നിർത്തുന്നില്ല. മനസ്സിലായി പ്രാങ്ക് ഷോ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ സിറ്റി അവസ്ഥ. അതാണ് ചിലപ്പോൾ നമുക്ക് അങ്ങനെയും സംഭവിക്കാം. റിയാലിറ്റി അങ്ങനെ ഏറ്റവും വലിയ സംഭവം നമ്മൾ ഇത്രയും കണ്ട് കഷ്ടപ്പെട്ട് ഇത്രയും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഈ കമൻറ്റ് വരുമ്പോൾ നമ്മളെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ നമുക്കതൊന്നും പ്രയാസമൊന്നുമില്ല. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അത് നമുക്കറിയാം, ഉറപ്പായിട്ടും അറിയാം. അത് നമ്മൾ പുറത്തിറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കമൻറ്റ് വരും, എന്താ പറയുക, ഇത് സ്ക്രിപ്റ്റഡ് അല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ നമുക്ക് അവരുടെ പറയാനുള്ള മറുപടി എന്നറിയോ, ഞങ്ങൾ എവിടെയാണ്, നിങ്ങൾ ഏത് സ്ഥലത്തുള്ളത്, ഞങ്ങൾ ആ പരിസരത്ത് ഷൂട്ട് വരും, നിങ്ങൾ ഷൂട്ട് കാണാവാ, നിങ്ങൾക്ക് അനുവാദം ഉണ്ടല്ലോ, ധൈര്യമായിട്ട് വാ, ഞങ്ങൾ സ്ക്രിപ്റ്റാണ്. അപ്പോൾ മനസ്സിലാവും നമ്മൾ ഷൂട്ട്, കാരണം അവർക്ക് കാണാൻ പറ്റും. ഇത് എന്തറിയാമോ, ഈ സ്ക്രിപ്റ്റും വെച്ചുകൊണ്ട് ഈ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. അത് പ്രാങ്ക് ചെയ്യുന്ന ആരോടും നമ്മൾ അത് ചോദിക്കാനും പാടില്ല. കാരണം പ്രാങ്ക് ചെയ്യുന്ന എല്ലാവരും അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പം പ്രാങ്ക് ചെയ്യുന്ന ആളിനോട് ചോദിക്കുന്നത് നിങ്ങൾ സ്ക്രിപ്റ്റഡാണോ ഇത് എന്ന് ചോദിച്ചാൽ അവർക്ക് വിഷമം വരും. കാരണം നമ്മൾ ആരും ഒരു പ്രാങ്ക് ചെയ്യുന്ന ഒരാളിനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ നമുക്ക് വിഷമകരമായ കമൻറ്റുകൾ വന്നാലും നല്ല കമൻറ്റുകൾ വന്നാലും ഒരേ എനർജിയോടെ ഞങ്ങൾ 4 പേരും എടുക്കാറുണ്ട്. എന്തെന്ന് പറയാൻ കാരണം, ഏതൊരു കാര്യവും നിങ്ങൾക്ക് എന്നെപ്പറ്റി നല്ലത് പറയാനും സ്വാതന്ത്ര്യമുണ്ട്, മോശം പറയാനും സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാനും സ്വാതന്ത്ര്യമുണ്ട്. ആ ലോകത്താണ്, ആ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ മോശമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല, എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ മറുപടി തന്നാൽ അത് വളരെ മോശമായി. നിങ്ങൾ പറയുന്നതിന് ഞാൻ നല്ലതോ എന്തോ ആയിക്കോട്ടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ മസ്റ്റായിട്ട് നമ്മൾ ടീമായിട്ട് നമ്മളൊരു കുടുംബം പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ തന്നെ പോകും. ഈ കുടുംബത്തിൽ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്, ഒന്നിനു പോലും നമ്മൾ തിരിച്ച് റിപ്ലൈ ഇടരുത്. റിപ്ലൈ ഇടേണ്ട കാര്യമില്ല. അത് അവരുടെ അനുവാദം, അതായത് അവരുടെ എന്താണ് അവകാശമാണ്. അതിന് നമ്മൾ അംഗീകരിക്കും. നമ്മൾ തിരിച്ച് റിപ്ലൈ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഹനിക്കുന്ന പോലെ അവരിട്ടോട്ടെ. പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ അവരെ പൈസ മുടക്കിയുള്ള നെറ്റ് ചാർജ് ചെയ്തിട്ടില്ല അവർ കാണുന്നത്. എന്നിട്ട് അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവർ പറയട്ടെ. അതിന് റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും എടുത്താലേ നമുക്ക് അത് വെച്ച് പിന്നെ മുന്നോട്ട് ഓരോന്ന് വർക്കുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അടി കിട്ടുന്നുണ്ടോ, അതോ ഇത് ചുമ്മാ
ഇപ്പൊ സീരിയലൊക്കെ ഇങ്ങനെ തൊട്ട് പോവുകയല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അങ്ങനെയാണോ എന്നുള്ളവർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ രജിത്ത് പറഞ്ഞ പോലെ വന്ന് നോക്കാം അടി കിട്ടുകയാണോ എന്ന്. നമ്മളവിടെ പട്ടി പോലെയാണ് കരയുന്നത്. അത് ഷൂട്ട് ചെയ്യാറുമില്ല. അത് ഷൂട്ട് ചെയ്യാറുമില്ല. അതിനുശേഷമുള്ള അത് എപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ ബാക്ക് അത് വേണം. സീന് അത് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്, അത് വേണം, അത് അറിയണം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ ക്യാമറ വയ്ക്കുന്നത് അത് കുറച്ച് എല്ലാം നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഒരു സീക്രട്ട് ഉണ്ടല്ലോ. പക്ഷെ അതൊക്കെ നമ്മളിപ്പം ജസ്റ്റ് ഒരു കുഞ്ഞ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഈ സംശയമൊക്കെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതിപ്പോ കാണിച്ചു പിന്നിട്ട് വരുന്ന ഒരു സംഭവം മാത്രമേ ചാനലിലായാലും യൂട്യൂബിനകത്തും സമയമുള്ളൂ. അപ്പൊ അതിനകത്ത് എല്ലാം ചെയ്ത് അത്യാവശ്യം അത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു സാധാരണ ഒരു ജനത്തിന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വയ്ക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടി കിട്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് കാണിക്കണം, എങ്കിലേ അറിയത്തുള്ളൂ അവസ്ഥ നിലയാണെന്ന്. ഈ നമ്മൾ അടിക്കുന്ന ആൾക്കാർ ഇത് വൈൻഡപ്പ് ചെയ്ത് ഇത് ഓമൈക്കോടെന്ന് പറഞ്ഞ ശേഷം അവർ ചിലപ്പോൾ നമ്മളെക്കാളും കരയുന്ന ആൾക്കാരുണ്ട്. കരഞ്ഞ് നമ്മളെ കൈയും കാലും പിടിച്ച് മാപ്പ് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അവർ നമ്മളെ കുഴപ്പമില്ല, ഇതിനുള്ള തന്നെ. പക്ഷെ എന്നാലും പക്ഷെ അത് പറഞ്ഞപ്പോഴാണ് ഈ 500 എപ്പിസോഡിൽ ഉണ്ടല്ലോ ആ മോൻ്റെ അമ്മ ആള് എനിക്ക് ഇൻസ്റ്റയിൽ, എൻ്റെ നമ്പറൊന്നുമില്ല, ഇൻസ്റ്റയിൽ എൻ്റെ അജിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് എനിക്ക് വന്ന് കുറേ മെസ്സേജ് ഇട്ടായോ ഞാൻ എനിക്കറിയാം. പിന്നെ അത് ആ ഓ മൈ ഗോഡിനെ സംബന്ധിച്ച് ഉള്ള ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ എനിക്കത് പറയണമായിരുന്നല്ലോ. ഇത് നമ്മളെ ജോലിയാണ്, അത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അടി കിട്ടിയാലല്ലേ നമുക്കത് റീച്ച് ആവത്തുള്ളൂ. അപ്പൊ അന്ന് അടി കിട്ടിയോണ്ട് അത് മില്യൺസ് കയറിപ്പോയി നിൽക്കുന്നു. ചിന്തയുടെ അവസ്ഥയാണ് എല്ലാവർക്കും. അടി വാങ്ങിക്കുക, ശബ്ദം ഉയർത്ത് അല്ലെ വെളിയിൽ കേൾക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുടുംബത്തിൽ ഇപ്പം നിങ്ങളെല്ലാവരും ഈ പ്രാങ്ക് ഷോയിലൂടെയാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൽ ഓരോ ഫംഗ്ഷൻ വരും, അല്ലെങ്കിൽ നാട്ടുകാരിങ്ങനെ നമ്മൾ കാണാൻ പോകും ഒക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഈ നിങ്ങളെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് നമ്മളെ നല്ല രീതിയിലാണ് നോക്കിക്കാണുന്നത്. നല്ല രീതിയിൽ നോക്കിക്കാണുക എന്ന് പറഞ്ഞാൽ ഒരു അകൽച്ച എല്ലാവർക്കും ഉണ്ടാവും. എന്താണെന്നറിയാമോ? സെലിബ്രിറ്റി റേഞ്ച് അല്ല. ഇവൻ നമുക്ക് നാളെ പണി തരുമോ, അങ്ങനെയാണ്. ഇവന് ദൂരെ നോക്കിയേ ഇവർ കാണുള്ളൂ നമ്മളെപ്പോലുള്ളവർ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ സ്വഭാവം വെച്ചിട്ടാണ്. ചിലർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് കെട്ടിപ്പിടിച്ച് നമ്മൾ ആ എപ്പിസോഡ് കണ്ടു സൂപ്പറായിരുന്നു അങ്ങനെ പരിചയപ്പെടുന്നവരുണ്ട്. മറ്റുള്ളവർ മാറിയിരുന്ന് വീക്ഷിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പലരും പല ടൈപ്പായതുകൊണ്ട് അതിനെല്ലാം നമ്മളെ മോശമായിട്ടൊന്നും ഒരിക്കലും അങ്ങനെ ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടില്ലേ? അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഇതുവരെ അല്ല, എന്തായാലും ഈ രാജുവിന് എന്തായാലും അതൊരു പേടിയായിരിക്കും. അത് വേറെ ഒന്നല്ലേ, വേറെ നമ്മൾ കൂട്ടുകാരെ കളിയാക്കി വിളിക്കും. എന്താണ് ഒരു പറ്റി ജീവിക്കണം വരണം എന്ന് പറയും. അതൊക്കെ നോർമൽ കൂട്ടുകാർ, നല്ല കൂട്ടുകാരായതുകൊണ്ടാണ്. ഞാൻ നേരത്തെ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഞാനും വൈഫും മോനും കൂടെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാറിൻ്റെ ബാക്കിനെ ഒരാൾ ബൈക്കിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ പോയ ബൈക്കാണ് തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇനി ഗ്ലാസ്സിൽ കൂടെ കാണാം. അപ്പോൾ ഇത് പുള്ളി സ്നേഹപൂർവ്വം വരെയല്ലേ, ഞാൻ കുറച്ചും ഒതുക്കി കൊടുത്തപ്പം പുള്ളി ഇവിടെ വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും വണ്ടി എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി അടിച്ചിട്ടുണ്ടാവും. കുറേ കൂടെ കഴിഞ്ഞപ്പോഴും ഞാൻ നൈസിലെ ഒന്ന് ലെഫ്റ്റ് കയറി ഒതുക്കി കൊടുത്തു. വീണ്ടും അടുത്ത് വന്നിട്ട് പോട്ടെ. നേരെ വന്ന് നമ്മളെ നെയ്യാറ്റിങ്കര ആശുപത്രി ജംഗ്ഷൻ തുടങ്ങി നമ്മളെ ഇതുണ്ടല്ലോ കാളിദാസ തിയേറ്റർ, കാട്ടാക്കട കാളിദാസ തിയേറ്ററിൻ്റെ തൊട്ടിപ്പുറം വരെ കൊണ്ടാക്കിയിട്ട് ഓക്കെ തിരിച്ചിതാവും. പുള്ളി എന്തിനു വന്നു, എന്താ സംഭവം, എന്നെ കൊണ്ടാക്കാൻ ആരാധനയാണ്, എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് അപ്പൊ ആദ്യം അത്രയും നിമിഷം ഞാൻ പേടിച്ചു, വെട്ടാനാണ് ആ കുത്ത, എന്തിനാണെന്ന് കുടുംബമായിട്ട് പോകല്ലേ. പക്ഷെ ഇങ്ങനെ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. ഈ റീസെന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ വീട്ടില് നൈറ്റിയൊക്കെ ഇട്ട് വീട്ടിലെ ജോലി ചെടിയുടെ കാര്യമൊക്കെ നല്ല വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു അമ്മയും ഒരു കുഞ്ഞുമോളും രണ്ടുപേരും വന്നിട്ട് വീട് ചോദിച്ചു വന്നാണ്. എനിക്കാണെങ്കിൽ അറിയില്ല, അവർ ചോദിച്ച ആളെ അറിയില്ല. അപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിലുള്ളവരെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്ത് അവർ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഓടി വന്ന് ഗേറ്റും തുറക്കൂ. ഞാൻ പേടിച്ചു. ഞാൻ തുറന്നു ഓടി വന്ന് എല്ലാം കെട്ടിപ്പിടിച്ച്, ആ കൊച്ചിനെ വെച്ചുകൊണ്ടാണ് ഉമ്പടി കുഞ്ഞ് കെട്ടിപ്പിടിച്ച് ഞാൻ ഓമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ. എപ്പോഴും ഒന്ന് ഫോണിൽ ഒന്നും എടുത്ത് നോക്കിയതുകൊണ്ട് ആ കുട്ടിയാണോ ഈ കുട്ടിയെന്ന് മനസ്സിലാവാമില്ല. ഇങ്ങനത്തെ ഒരു വേഷമായതുകൊണ്ട് മറ്റു ചേച്ചിയെടുത്തും പറയണം, സാബുച്ചേൻ്റെ അടുത്താണ്, പിന്നെ മറ്റേ ചേട്ടനുണ്ടല്ലോ, ചേട്ടൻ ഒരു അടി വാങ്ങിച്ച് കൂട്ടിയെ കൊച്ചിൻ്റെ അടുത്ത് പറയണം കേട്ടാ. ഞാൻ പറയാം ഫോട്ടോ, ഒരു ഫോട്ടോ, ഞാൻ കോലം കെട്ടി, അതൊന്നും കുഴപ്പമില്ല, ഒരു ഫോട്ടോ ഇങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഈ ചേച്ചിയും ചേട്ടനും പറയും ഇതേപോലെ പേടിപ്പിക്കുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. വേറെ സംഭവം അറിയോ, ഒരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞത്
നമുക്കൊരു ഇത് സിനിമ പോലെ ഇപ്പം യൂട്യൂബിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്താൽ പിന്നെ ഇത് കണ്ടാൽ ഓടിക്കോളും. എപ്പോഴെങ്കിലും ആയിരിക്കണം. ഒരു തിയേറ്റർ സിനിമ കാണുമ്പോൾ ഒരു സീരിയൽ ഓടുമ്പോൾ ഒന്നുമല്ല. അത് ആ നടന്മാർ അല്ലെങ്കിൽ നടിമാർ കിട്ടുമ്പോഴല്ല നമ്മുടെ സംഭവം. കാരണം ഇപ്പോൾ ഒരു ദിവസം സീരിയൽ ഉണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ 6 ദിവസം പോകും. ഞങ്ങളത് ആഴ്ചയിൽ 1 ദിവസം പോകുന്ന പ്രോഗ്രാം. ഒറ്റ എപ്പിസോഡ്. ആ എപ്പിസോഡ് ഇത്രയും ആൾക്കാർ കാണുന്നു, ഇത്രയും ആൾക്കാർ തിരിച്ചറിഞ്ഞാൽ നമ്മളെ എത്ര അവർ ശ്രദ്ധിക്കുന്നു മാത്രം നമുക്ക് ചിന്തിക്കാം. അത് മാത്രമല്ല വേറൊരു പെക്കുലാരിറ്റിയും കൂടെ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്ത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും. ഈ സാധാരണ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ജനം പോയി പുതിയ എപ്പിസോഡ് നോക്കുന്നത്. നമ്മളെ എപ്പിസോഡാണ് അങ്ങനെയല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ഫ്രാൻചേട്ടം മുതലുണ്ടായിരുന്ന എപ്പിസോഡുകൾ കണ്ട് ഇപ്പോഴും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയോ? എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല രീതിയിൽ ടെൻഷനും കാര്യങ്ങളും ഉള്ള മനുഷ്യരേ ഉള്ളൂ ഈ ലോകത്ത്. അപ്പോൾ ഇവർ ഈ പ്രോഗ്രാം നമ്മുടെ ഓ മൈ ഗോഡോ അത് പ്രാങ്ക് ഷോ ഏതായാലും ആ പ്രോഗ്രാം കണ്ടാണ് അവർ മൈൻഡ് ഓക്കെ ആക്കുന്നത്. ഒന്ന് നമ്മുടെ നാട്ടിലുള്ളവരായാലും ഏറ്റവും കൂടുതൽ എബ്രോഡിലുള്ള ആൾക്കാരാണ് ഇത് എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല പുറത്തുനിന്ന് ഒരുപാട് പേര് ഇവിടെ മാത്രമല്ല അവർക്ക് വേറെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. ആകെ ഇങ്ങനെയുള്ള പ്രോഗ്രാം. അവർ വേറെ പ്രോഗ്രാംസ് ഒന്നും കാണത്തില്ല. അവർ കാര്യം ഒത്തിരി പേര് പറഞ്ഞ ഇത് വെച്ച് ഞാൻ പറയുന്നതാണ്. അവർ ആകെ കാണുന്നത് ഈ ഓ മൈ ഗോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കടയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ പുറത്തുള്ള അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ ക്ഷണം കിട്ടിയിട്ടുണ്ടോ? ഇതുള്ള ഈ ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ഓ മൈ ഗോഡില് എന്നെ സംബന്ധിച്ച് ഇത്തരം ഫങ്ഷനുകൾ, അതുപോലെ ചില ഇൻ്റർവ്യൂകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ ഇൻ്റർവ്യൂസിനും ചെന്ന് ഞാൻ ചാടിക്കൊടുക്കാറില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്വഭാവ പ്രശ്നങ്ങൾ പിന്നിലോട്ടാണ്. അതുപോലെ തന്നെ ഒരു കുറച്ച് ഇൻ്റർവേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ഫംഗ്ഷൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഞാനായിരിക്കും ചിലപ്പോൾ ഉദ്ഘാടനം എന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരുന്നാലും ചിലപ്പോൾ അത് ഞാൻ കുറേ കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കി എനിക്കത് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി. ഞാൻ ബുദ്ധിപൂർവ്വം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. അപൂർവം ഇൻ്റർവ്യൂസ് നമുക്ക് വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ ഇൻ്റർവ്യൂവിന് പോകാറുള്ളൂ. എന്തെന്നും കൂടെ ഞാൻ പറയാം. അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാരണം അവർ നമ്മളെ കൊല്ലാനാണോ വളർത്താനാണോ എന്ന് പറയാൻ പറ്റില്ല. ഇത് പല തരത്തിലുള്ള ജനങ്ങളുണ്ടല്ലോ. ഇത് വെച്ചിട്ട് മുതലെടുപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം അങ്ങനെയുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഇതിനെ എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കപ്പെടാം. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംഭവം വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പക്ഷേ കൊല്ലാനാണോ വളർത്താനാണോ ചോദിച്ചപ്പോൾ എനിക്കൊരു ചോദ്യം. ഇപ്പം നമ്മൾ 24-ല് ഫ്ലവേഴ്സിൽ ഒരു അതെ, അതില് നല്ലൊരു ക്യാരക്ടറാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നത്. മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ഒരു വലിയൊരു നടിയോടൊപ്പം പ്രോഗ്രാം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ജനാർദ്ദൻ ചേട്ടനോടൊപ്പം അങ്ങനെ ഒരുപാട് പേരോടൊപ്പം നമുക്ക് പ്രോഗ്രാം. എനിക്ക് ഉള്ള ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കം വിടുന്നത് സൂപ്പർ വിൻസ് എന്ന് പറയുന്ന സമിതിയിൽ നിന്ന് നേരെ കലാസാഗരം എന്ന് പറയുന്ന പ്രൊഫഷണൽ സമിതിയോട്ട് പോകുമ്പോൾ എൻ്റെ 18ാമത്തെ വയസ്സിൽ 32 വർഷമായി ഞാൻ വേണ്ടി വന്നിട്ട്. 18ാമത്തെ വയസ്സിൽ ഞാൻ എനിക്ക് കൊച്ചുബ്രാഹ്മണ്ണൻ, കൃഷ്ണൻകുട്ടി നായരി ഇങ്ങനെയുള്ള ആൾക്കാരോട് കൂടെ ഞാൻ റിയാസ് നെടുമങ്ങാട്, NK കിഷോർ, പിന്നെ സുരാജ്, പിന്നെ തിരുമലചന്ദ്രൻ ഇങ്ങനെയുള്ള ഒട്ടനവധി നല്ല നല്ല കലാകാരന്മാരോടൊപ്പം വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഇതിനുണ്ട്. പിന്നെ ഒരുപാട് സീരിയലുകൾ, ഇപ്പോൾ ഉള്ള ന്യൂസ് ചാനൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ചാനലിലും നല്ല പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നത്. ഇതൊക്കെ എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സിറ്റ്കോം അല്ലേ അതിൽ ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തത്. എനിക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു വേലക്കാരനെ പോലെ എനിക്ക് നമ്മൾ അടുത്ത വീട്ടിൽ നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നി. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ അതും ലൈവല്ലേ? അത് ലൈവാണ്. അതെന്ന് പറഞ്ഞാൽ അന്ന് അതിൻ്റെ ഡയറക്ടർ രാജ് തലച്ചിറയുടെ നമ്മളെ അലിയൻസിൻ്റെ ഡയറക്ടർ. അപ്പോൾ തലച്ചിറായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നമ്മളെ കൗണ്ടിയുടെ ആളായിരുന്നു. ഈ ഇതുണ്ടല്ലോ തലച്ചിറയുടെ മുമ്പുള്ള പരിപാടിക്ക് ഡീസൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞ എപ്പിസോഡൊക്കെ 1500 എപ്പിസോഡ് പോയ ആ ഡീസൻറ്റ് ഫാമിലിയിലൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ മുതലേ തലച്ചിറ എനിക്കറിയാം. അപ്പം നല്ല നല്ല വർക്കുകൾ വരുമ്പോൾ പുള്ളി എനിക്കതൊരു വേഷം. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ പുള്ളി ഏറ്റെടുത്ത് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിലും നല്ലൊരു വേഷം കിട്ടി. അപ്പോൾ ഇത് അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമുക്ക് ആ സാബുവിനും കൂടെ വിളിച്ച് ഇത് കൊടുക്കാം. നല്ലൊരു വെറുതെ കൊടുക്കുന്ന നല്ലൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് വിളിക്കുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം സാബുചേട്ടൻ ഇങ്ങനെ സിനിമയിലും ഒക്കെ വന്നു. നിങ്ങളൊക്കെ ഇതുപോലെ സിനിമയിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് മാറ്റി വെച്ചിട്ട് പോകുമോ? അതോ എനിക്ക് ഇതും കൂടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ വരുള്ളൂ എന്ന് പറയും? ഇല്ല, ഞാൻ 2018-19 ഇൻഡസ്ട്രിയിൽ വന്ന ആളാണ്. സീരിയലിലൂടെ വന്ന ആളാണ്. അതിൻ്റെ ഇടയിൽ സിനിമാസും ഒരു 5-6 ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഓ മൈ ഗോഡ് മാറ്റി വെച്ചിട്ട് പോകുമെന്ന് ചോദിച്ചത് ഒരിക്കലുമില്ല. കാര്യം നമ്മൾ അത്രയും
നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് ഏൽപ്പിച്ച് തന്ന സാധനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഓ മൈ ഗോഡ് ചെയ്തുകൊണ്ട് സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ വേണ്ട. ഇതേ ഞാൻ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും ഫ്രീഡം നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു ഫ്രീഡം നമുക്ക് എനിക്ക് വിനീതയുടെ അടുത്തും പാറുവിൻ്റെ അടുത്തും ഡേറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളി പറയാം. ഞങ്ങൾ ചെറിയ പിണക്കങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും മനസ്സിൽ വെച്ചേക്കാറില്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് സാബു ചേട്ടാ, അവരൊക്കെ ഇതിൽ ഓരോരുത്തരെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിലായാലും സീരിയലിൽ അവർക്ക് ഇതിപ്പോൾ ഈ നമ്മൾ 4 പേര് ചെയ്യുന്നവരെ ഓരോരുത്തരും ഓരോ ക്യാരക്ടർ ബേസ് ആണല്ലോ. ആ ഒരു വാഴ സിനിമ കണ്ടില്ലേ, അതാ ഞാൻ പറഞ്ഞ, അതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഭയങ്കര സാധ്യത കൂടുതലാണ്. ആ ക്യാരക്ടർ പാർവതി ആയിരുന്നാലും അതെ പിന്നെ നമ്മുടെ രഞ്ജിയായിരുന്നാലും എന്നുവെച്ചാൽ ഇപ്പൊ ഇവർക്ക് പറ്റിയ ഒരു ക്യാരക്ടർ വന്നാൽ അവരെന്തായാലും കോണ്ടാക്ട് ചെയ്യും. ഇവർക്ക് ഇപ്പൊ 4 പേർക്ക് അവരെ മൈൻഡിലുണ്ടാവും ഇന്ന ആള് ആ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലൊരാൾ വന്നിരിക്കും, ഉറപ്പായിട്ടും വന്നിരിക്കും. തോന്നുന്നു എങ്ങനെ തോന്നുന്നു വെച്ചാൽ ഇപ്പൊ നമ്മളെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നതും ഇഷ്ടപ്പെടുന്നതും ഇതിലൂടെയാണ്, അതായത് ഓ മൈ ഗോഡിലൂടെയാണ്. അപ്പം ഇത് കളയാൻ എനിക്കും ഉദ്ദേശമില്ല. വിവാഹം കഴിഞ്ഞോ? ആ കഴിഞ്ഞായിരുന്നു. പക്ഷെ അത് അറിയാൻ പറ്റില്ല കേട്ടോ. ഭർത്താവിനെ പറ്റി പറയാൻ കിട്ടുന്ന ചാൻസ് ആണ്. ഭർത്താവ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പുള്ളി ഇപ്പൊ സിനിമയിൽ റീസെന്റ് പൃഥ്വിരാജിന്റെ ഫിലിമിലൊക്കെ മേക്കപ്പ് ചെയ്തു. ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് ആളുടെ പേര് രജനീഷ് എന്നാണ്. ഇവർക്ക് എല്ലാവർക്കും കൊച്ചു എന്നാണ്. ഇവരെല്ലാം കൂട്ടാണ് കേട്ടോ, കൂട്ടാണ്. പിന്നെ പുള്ളി ഇപ്പം തെലുങ്കിലോട്ട് റീസെന്റ്, അതായത് ഒരു 2 days കഴിയുമ്പോഴത്തേക്ക് ആള് തെലുങ്കിലോട്ട് ഇനി ചേക്കേറാൻ പോകുന്നത്. അതെ, ശല്യമില്ലാത്തതുകൊണ്ട് സന്തോഷം. അങ്ങനെ പോകുന്നു. എങ്ങനെ സിനിമയിലൊരു വേഷം വന്നാൽ ഉറപ്പായിട്ട് നല്ലൊരു വേഷമാണെങ്കിൽ പോയി ചെയ്യും. ഓ മൈ ഗോഡ് ഉപേക്ഷിച്ചിട്ട് ഒരു പരിപാടിക്കും ഇല്ല. അപ്പം നമുക്ക് എന്തായാലും ഇതേപോലെ ഒരു സിനിമയ്ക്ക് ഒരു അവസരം വന്നാൽ ഉറപ്പായിട്ടും ആയിരിക്കും ഇവർ സഹകരിക്കും, നമ്മുടെ ഡയറക്ടർ സഹകരിക്കും. ശരി, ഇത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് ഷൂട്ട് വയ്ക്കാം, അത് പോയി ചെയ്തിട്ട് അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ആള് പുള്ളി നമുക്ക് വർക്ക് കിട്ടുന്നത് വളരെ ഹാപ്പിയാണ്. ഒരു വർക്കുണ്ട് ചെയ്തോ, നിങ്ങളൊന്ന് ഫ്രീ ആവും. അതനുസരിച്ച് അങ്ങനെയൊക്കെ എല്ലാ ഡയറക്ടർമാരും ചെയ്യില്ല. നമ്മളൊക്കെ സമയത്ത് അവരെ സൗകര്യം. ഇപ്പം എനിക്ക് 1-15 ആണ് എനിക്ക് ഏഷ്യാനെറ്റിലെ പ്രോജക്റ്റ് ഇപ്പോഴും കടന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാർ എനിക്ക് 1-15 അത് ഡേറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് കൊടുത്തേക്കുന്ന ഡേറ്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആവും. കാരണം നമുക്ക് വേണ്ടി അവർ നിൽക്കുമ്പോണ്ടല്ലോ, അവരെ കൂടെ നമ്മളും കൂടെ നിൽക്കണം. തീർച്ചയായിട്ടും. വേറെ കാര്യം, ഈ സിനിമയ്ക്ക് നല്ലൊരു വേഷം കിട്ടി, നല്ലൊരു റൂട്ട് വേഷം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഓ മൈ ഗോഡ് സാറ് തന്നെ പറയും, കമ്പനി പറയും, ഇനിയിപ്പോൾ നീ അവിടെ അത് ചെയ്താൽ മതി, ഇങ്ങോട്ട് വരണ്ട. കാരണം ആൾക്കാർ ഫേമസ് ആയി തുടങ്ങി പ്രോഗ്രാം ചെയ്യാൻ പറ്റൂല. സാവുചോട്ട് ഇത്രയും മാർക്ക് സാവുചോട്ട് എന്തൊക്കെ മേക്കൂർ. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഈ സാവുചേട്ടൻ എന്താണെങ്കിൽ തിരിച്ചറിയുന്നില്ല, എന്നിട്ടും തിരിച്ചറിയുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇതിനകത്ത് വന്നവരെ ഇതൊന്നും ചിന്തിക്കാതെ വന്ന് അത് ചേട്ടനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. വേറെ കാര്യമുണ്ട്, നമുക്ക് തിരിച്ചറിഞ്ഞ് ഫ്ലോപ്പായ എപ്പിസോഡുകളുണ്ട്. തിരിച്ചറിഞ്ഞ് ഫ്ലോപ്പായ എപ്പിസോഡുകൾ പലതും ജനത്തിന് അറിയില്ല. അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തില്ല. അപ്പൊ അതൊന്നും ഞാൻ ഇതാണ് പറഞ്ഞത്, അതൊന്നും നമുക്ക് കറക്റ്റ് അവരെ കൺവിൻസ് ചെയ്യാൻ. അങ്ങനെ എത്ര എപ്പിസോഡ് പറയില്ലേ, പെട്ടിക്കകത്തായ കണ്ടമാനം എപ്പിസോഡ്. അതായത് ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഞാനുള്ളപ്പോൾ ഉള്ള അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ കയറിയ ടൈമാണേ, കൊല്ലത്ത് പോയി ചെയ്ത സാബുചേട്ട ഓർമ്മയുണ്ട്, ഒരാളിനെ പ്രാങ്ക് ചെയ്തു. കൊല്ലത്ത് എന്തോ ആ സ്ഥലത്തിൻ്റെ പേര് അവിടെയുള്ള ഒരു ചേട്ടനെ ആയിരുന്നു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് ആൾ പ്രാങ്കായി. ഇതിങ്ങനെ പ്രാങ്ക് ഷോ ആണ് എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വീട്ടിൽ ടെലികാസ്റ്റ് ചെയ്യാൻ അത് പ്രശ്നമാവും, കാര്യം ആൾ വീട്ടിൽ അറിയാണ്ട് വരുന്നതാണ്, അപ്പോൾ അത് പ്രശ്നമാവും, അതുകൊണ്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തില്ല. പിന്നെ ലാസ്റ്റിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, താല്പര്യമില്ല എന്ന് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യില്ല. പിന്നെ അല്ല, ഇത് ആദ്യം പറഞ്ഞതുപോലെ ഒരു ആദ്യം ഒരു സമ്മതപത്രമുണ്ട് പ്രാങ്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ വൈഫിനെ പ്രാങ്ക് ചെയ്യാൻ നമ്മൾ ഭർത്താവ് വരുമ്പോൾ മെയിൽ അനുസരിച്ച് പുള്ളിയെ വിളിക്കുമല്ലോ, വിളിച്ച് നമ്മളെ മീറ്റിങ്ങിൽ ഇരുത്തുമ്പോൾ ആദ്യം എൻ്റെ ഭാര്യയെ പ്രാങ്ക് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, അതിനെന്തെങ്കിലും ഇത് വന്നാൽ നഷ്ടപരിഹാരം ഞാൻ തന്നോളാം വാങ്ങിക്കും. ഷൂട്ട് കഴിഞ്ഞ ശേഷം പ്രാങ്ക് ചെയ്താൽ കൊണ്ടുവന്നും ഒപ്പിട്ട് വാങ്ങി. എന്നെ പ്രാങ്ക് ചെയ്തതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ 2 എഗ്രിമെന്റ്. ഇതിലിപ്പോൾ ബിഹൈൻഡ് ദ സീനിൽ കൂടുതൽ നിൽക്കുന്ന നമ്മുടെ ഡയറക്ടറാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ചെയ്തു, ഇനി ഈ നിയമപരമായുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് വരുമ്പോഴും പുള്ളി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലിൻ്റെ ഭാഗത്തു നിന്നും കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ആരും കാണാതെ പോകുന്ന ഒരു മനുഷ്യനാണ്
നമ്മളെ ഡയറക്ടർ. അതെ. അപ്പോൾ ഇദ്ദേഹം ഇപ്പൊ ഇടയ്ക്ക് വേഷങ്ങൾ കയറി ചെയ്തു തുടങ്ങി ചെയ്തു കേട്ടോ. ഞാൻ അത് കണ്ടു വേറെ ഞാൻ കണ്ടു section. ആ. ചെയ്തു തുടങ്ങി ഞാൻ കണ്ടു കോട്ടൊക്കെ ഇതിൽ ആരെങ്കിലുവേ ചിലപ്പോ വലിയ ആർട്ടിസ്റ്റൊക്കെ ആയി സിനിമയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെയ്യാളുണ്ട്. അതെ അതുകൊണ്ട് പിടിച്ചിരിക്കണമല്ലോ, അതുകൊണ്ട് പുള്ളി അതൊക്കെ. അപ്പോൾ ഈ കേസ് അങ്ങനെയുള്ള ഈ നിയമപരമായ വിഷയങ്ങൾ നിയമപരമായ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. പിന്നെ പുള്ളി കോടതി കയറി അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം വരുന്നത് നമുക്ക് അനുകൂലമായിട്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിലാരും നമ്മൾ ജനം വിചാരിക്കും ഒരിക്കലും ടോർച്ചർ ചെയ്യല്ല. എഗ്രിമെന്റ് 2 എഗ്രിമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാത്തിനും വീഡിയോ തെളിവ്. ഇത്രയും ആയിട്ടും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത്രയും ഇതിന് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ ടെലികാസ്റ്റ് തുടങ്ങി ഞായറാഴ്ച ടെലികാസ്റ്റ് തുടങ്ങി തിങ്കളാഴ്ച എന്ന് പറയാൻ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് മുമ്പ് 100 വട്ടം ചോദിച്ച് എല്ലാം അറിഞ്ഞ് എഗ്രിമെന്റ് ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷമാണ് ഇത് സംഭവം നടക്കുന്നത്. അപ്പോഴും നമ്മൾ കേസിന് പോകും. അദ്ദേഹത്തിന് കേസിന് എടുത്ത് പോകും. കേസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. എല്ലാ കേസും ഞങ്ങൾ വിജയിച്ച ചരിത്രമേ ഉള്ളൂ. അതാണ് കാരണം വേറെ നമ്മളെ നമ്മുടെ ഭാഗം ഓക്കെ ആക്കി. എന്തായാലും അത് ഗംഭീരമായ എനിക്ക് നല്ലൊരു ടീമിനെ കിട്ടി. അതിന് ഞാൻ പ്രതിഭയോട് തന്നെയാണ് വീണ്ടും നന്ദി പറയുന്നത്. നമ്മൾ ഇത് അവസാന ലാക്കിലേക്ക് ഇപ്പം നമ്മളിത് കണ്ടത് ഇതൊക്കെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ആദ്യമേ പറഞ്ഞില്ല, ഇത് കണ്ടിട്ട് തോന്നിയില്ലല്ലോ? ആദ്യമായി നമ്മൾ വിഷുവിലോട്ടേ വന്നില്ല. അപ്പോൾ ഈ വിഷു കേന്ദ്രീകരിച്ച് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പ്രാങ്ക് ചെയ്യാനോ ഒക്കെ പോയിട്ടുണ്ടോ? വിഷു പ്രമാണിച്ച് നമ്മൾ വിഷു സ്പെഷ്യൽ കണ്ടമാനം ചെയ്തിട്ടുണ്ട്. അതിന് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് പറഞ്ഞ് നമുക്ക് ഇതൊക്കെ അവസാനിക്കും. കഴിഞ്ഞ വിഷു എന്ന് പറയാം. കഴിഞ്ഞതിൻ്റെ അങ്ങേ വിഷുവിന് നമ്മൾ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞ് കട നടത്തുന്നത്. ആ കട ചെന്നിട്ട് ഞങ്ങൾ പ്രാങ്ക് ചെയ്തിട്ട് അവർക്ക് ആ കട ഫുള്ള് നമ്മൾ കുഞ്ഞു കടയല്ലേ അതിനെ വിപുലീകരിച്ച് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇതിനപ്പുറം കോവിഡ് സമയത്ത് നമ്മളെ ഓമഗോൾഡ് ടീം കണ്ടമാനം ചാറ്റ് ചെയ്തിട്ടുണ്ട്. ടി വി ഇല്ലാത്തവർക്ക് ടി വി വാങ്ങിച്ചു കൊടുക്കുകയും മൊബൈൽ ഇല്ലാത്തവർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുകയും ലാപ്ടോപ്പ് തുടങ്ങി വീട് വരെയും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, റൂഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മളെ പ്രേക്ഷകരായ ആൾക്കാരുടെ സാമ്പത്തിക സഹായം നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മറ്റ് പ്രാങ്ക് ഷോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്ത ഒരു ചാരിറ്റി പ്രവർത്തനം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ നമുക്ക് കുറേ ചാരിതാർത്ഥ്യമുള്ള കുറേ നല്ല പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അത് ഈ ഓർമ്മകളിൽ വന്നതിന് ശേഷം നമ്മൾ എത്രയോ ഉണ്ടായിരുന്ന വർഷങ്ങളിലെല്ലാം നമ്മൾ ഒരു വർഷത്തിൽ 2 ചാരിറ്റിയെങ്കിലും വൃത്തിയായിട്ട് കോവിഡ് സമയത്ത് നിരത്തി ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള സമയം അതിനെല്ലാം പ്രേക്ഷകരുടെ സാമ്പത്തിക സഹായം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് മാത്രമേ നമുക്ക് നന്ദി പറയാനുള്ളൂ. പിന്നെ ഞങ്ങളുടെ ദൈവത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്. എപ്പോഴും വേണോ എന്തും സംഭവിക്കാം. മനസ്സിലായില്ലേ? എന്നെപ്പോലെ എത്ര മാത്രം അടികൊള്ളാതെ ബുദ്ധിപൂർവ്വം മാറിയിരുന്നാലും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ വന്ന് കിട്ടിയാൽ കിട്ടിയത് തന്നെ അങ്ങനെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ വിഷുവിന് നമുക്ക് പറയാനുള്ളത് ഇപ്രാവശ്യം നമുക്ക് വിഷു സ്പെഷ്യലായിട്ട് നമ്മളെ ഓമഗോൾഡിന് നമ്മളെ സാധാ എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ വിഷു സ്പെഷ്യല് അതോടൊപ്പം ഞങ്ങൾ നിങ്ങളുടെ അതെ അതിൽ നമുക്കൊരു സന്തോഷം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഓണത്തിന് നമ്മുടെ ഒരു ഇതേപോലെ അല്ലെങ്കിൽ വിഷുവിന് ഇങ്ങനെ നമ്മളെ 4 പേരെ വെച്ച് ഇതേപോലെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് പറയുന്നതും 4 പേര് പറയുന്നതും ഒരു രസമല്ലേ കേൾക്കാനായിട്ട് ഒരാളും അല്ലേ? അതല്ലേ കേൾവിക്കാരനും വലിയ പ്രാധാന്യമാണ്. തീർച്ചയായിട്ടും ചോദ്യകർത്താവിന് വലിയ പ്രാധാന്യം. അതെല്ലാം നമുക്ക് സന്തോഷം. നമ്മളെ വിളിച്ചൊരു സന്തോഷം. നമ്മളെ ഈ ചാനലിൻ്റെ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഓമഗോൾഡ് പ്രേക്ഷകർക്കും എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസ അറിയിക്കാം. ഹാപ്പി വിഷു. ഹാപ്പി